ശിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരണമടഞ്ഞ കർണാടക സ്വദേശിനിയായ അർജുനന്റെ കുടുംബം ഇന്നലെ ലോറി ഉടമ മനാഫിനെതിരെ രംഗത്ത് വന്നിരുന്നു. അർജുനൻ എന്ന വൈകാരികതയെ മനാഫ് യൂട്യൂബിലൂടെ വിൽക്കുകയാണ് എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. സോഷ്യൽ മീഡിയയിൽ മനാഫിനെ വിമർശിച്ചും അനുകൂലിച്ചും അർജുനനെ വിമർശിച്ചും അനുകൂലിച്ചും പ്രതികരണങ്ങൾ വന്നു. വിവാദങ്ങൾ മനാഫിന്റെ യൂട്യൂബ് ചാനലിന് വലിയ നേട്ടമായി എന്ന് വേണം കരുതാൻ. മനാഫിന്റെ സബ്സ്ക്രൈബേഴ്സുകളുടെ എണ്ണം കുത്തനെ ഉയർന്നു. ഇന്നലെ 200 ആയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2 ലക്ഷത്തിലേറെ പിന്നിട്ടിരിക്കുകയാണ്. അർജുനന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ വിവരങ്ങളെല്ലാം ലോറി ഉടമ മനാഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു മനാഫ് പങ്കുവച്ചിരുന്നത്. മനാഫിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പിന്നാലെ അർജുനന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണങ്ങളും ഉണ്ടായി. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അർജുനന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം മനാഫ് നിഷേധിച്ചു. എന്നാൽ വിവാദങ്ങൾക്കിടയിലും മുക്കത്ത് സ്വീകരണ പരിപാടിയിൽ മനാഫ് പങ്കെടുത്തു. കുടുംബത്തിന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നു, യൂട്യൂബ് ചാനലിൽ വൈകാരികത ചൂഷണം ചെയ്യുന്നു എന്നീ ആരോപണങ്ങളാണ് അർജുനന്റെ കുടുംബം ഉന്നയിച്ചത്. ഇത് തുടർന്നാൽ ഇനിയും നിയമ നടപടിയിലേക്ക് പോകും എന്നാണ് അർജുനന്റെ സഹോദരി ഭർത്താവ് വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ പിന്നാലെയാണ് കുടുംബത്തിന്റെ നേരെ സൈബർ ആക്രമണം രൂക്ഷമായത്. മനാഫ് നടത്തിയ നിരവധി പരാമർശങ്ങൾക്കൊടുവിലും സൈബർ ആക്രമണം നടന്നു എന്നുള്ളതാണ് അർജുനന്റെ കുടുംബം ഇന്നലെ വ്യക്തമാക്കിയത്. എന്നാൽ കുടുംബം തെറ്റിദ്ധരിച്ചതാകും എന്നുള്ളതാണ് മനാഫിന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.